ബൈബിൾ മുഴുവൻ ഒരു വ്യക്തിയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. നമ്മൾ അറിയേണ്ടത് നമുക്ക് അവനുമായിട്ടുള്ള ബന്ധം എന്തിനെ ബേസ് ചെയ്താണ്. വചനം പറയുന്നത് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ റിലീജിയസ് പ്രാക്ടീസസിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പോസ്തലരായ പൗലോസും പത്രോസും പറഞ്ഞത് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുക, അവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ധാരാളമായിട്ട് വസിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് കൃതജ്ഞ ബലിയർപ്പിക്കുക. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു മതത്തിന് വേണ്ടിയാണോ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? എന്നാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തു വന്നിരിക്കുന്ന ഒരു മതം സ്ഥാപിക്കാനല്ല, അവൻ വന്നിരിക്കുന്നത് ഒരു ബന്ധത്തിലേക്കാണ്. നമ്മുടെയും പിതാവായ ദൈവത്തിൻ്റെയും ബന്ധത്തെ പുനർസ്ഥാപിക്കാൻ ക്രിസ്തു വന്നു. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമുക്കായി സാൻറ്റിഫിക്കേഷനായി അർപ്പിക്കപ്പെട്ട്, അവൻ നമ്മുടെ സാൻറ്റിഫിക്കേഷന് വേണ്ടി ഒരു സാക്രിഫൈസായി അവൻ ബലിയർപ്പിക്കപ്പെട്ടു, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. ഗലേഷ്യൻസിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, I live my mortal life through faith in the Son of God who loved me and gave himself for me. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നാം പാപിയായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. മറ്റേത് മതത്തിലാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി മരിക്കുന്നത്? നമ്മുടെ സ്ഥാനം ദൈവം ഏറ്റെടുക്കുന്നത്, നമ്മുടെ മേലുള്ള പണിഷ്മെൻറ്റ്സ് അവൻ വഹിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവരും അറിയേണ്ടത് ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു വന്നിരിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയാണ്. അതുകൊണ്ട് ക്രിസ്തീയരായ നമ്മൾ സൺഡേ തോറും പള്ളിയിൽ പോകുന്നതും നോമ്പ് കാലത്ത് നോമ്പ് ചെയ്യുന്നതും മറ്റ് മത ആചാരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ക്രൈസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒന്നുകൂടെ എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. വചനത്തിൽ പറയുന്നത് ക്രൈസ്റ്റ് ശിരസ്സായിരിക്കെ അവനുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഒരു മെച്യൂർഡ് ക്രിസ്ത്യൻ ആകുവാനാണ് നമ്മുടെ വിളി, ബേബി ക്രിസ്ത്യൻസ് ആയിരിക്കുവാനല്ല. ബേബി ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ ഈ റിലീജിയസ് പ്രാക്ടീസ്, സൺഡേ പള്ളിയിൽ പോകുന്നു, നോമ്പ് കാലത്ത് നോമ്പ് ചെയ്യുന്നു, മറ്റ് കുടുംബ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നു. ഇനി പുതിയ തലമുറയിൽ വരുമ്പോൾ ദൈവമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന പല ജെൻസി പോപ്പുലേഷൻസിനെ കാണാം. ഇനി ആരെങ്കിലും നമ്മളോട് മറ്റൊരു മതത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മതത്തിൻ്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആർക്കും പറയാനൊരു ഉത്തരമില്ല. കാരണം നമ്മളെല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫെയ്ത്ത്, പള്ളിയിൽ പോകുന്നതും നോമ്പാചരിക്കുന്നതും വീട്ടിലുള്ള പ്രാർത്ഥനയും, ഇതിലാണ് നമ്മുടെ മതപരമായ പ്രാക്ടീസ്. ഇത് മറ്റ് മതത്തിൽ നിന്ന് നമ്മളെ ഒരു രീതിയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ, ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം എന്തടിസ്ഥാനത്തിലാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരം എത്ര പേർക്കറിയാം? ഇതറിയണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പഠിക്കണം. ഹെബ്രായ ലേഖനം മുഴുവൻ പഠിച്ചാൽ നമുക്കറിയാൻ പറ്റും ക്രിസ്തു ബലിയായി നമുക്കായി അർപ്പിക്കപ്പെട്ടു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഞാൻ പറഞ്ഞതുപോലെ, ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു, നാം പാപിയായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഇതെല്ലാം പ്രവാചകൻ വഴി
മുൻകൂട്ടി പ്രവചിച്ചതാണ് നിറവേറ്റപ്പെട്ടത്. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. കുരിശിൽ അതാണ് നടന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ക്വസ്റ്റ്യനബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാനും കഴിയണം. ഇന്നത്തെ സമൂഹം ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ സയൻസും ടെക്നോളജിയും മതി, അതിലൂടെ ദൈവമൊന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ പല വിധത്തിൽ ശ്രമിക്കും. അപ്പം സ്പൂൺ ഫീഡഡ് ഫെയ്ത്ത് ഫോളോവേഴ്സാണ് നമ്മളെങ്കിൽ നമ്മൾ അവരെ എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ ക്രിസ്തുവായിട്ട് എനിക്ക് വേണ്ടി പകരക്കാരനായ അവനെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ നാളെ എനിക്ക് അവനെ തള്ളിപ്പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിലെ ആ കർത്താവിനെ ഞാൻ വ്യക്തിപരമായിട്ട് ബന്ധത്തിൽ അറിഞ്ഞില്ലെങ്കിൽ നാളെ തള്ളിപ്പറയാൻ എനിക്കൊരു ആരുടെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. മറ്റൊരു മതം കാണിച്ച് അതാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്നിൽ ഉറപ്പൊന്നും ഇല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഇനി ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതും അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയായി പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ക്രിസ്തുവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു റിലീജിയസ് പ്രാക്ടീസ് വരെയാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ ഇന്നു മുതൽ അതിൽ മാറ്റം ഉണ്ടാവട്ടെ. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാം, അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാം. അവൻ ചെയ്തത് എന്തൊക്കെയാണ്, എനിക്ക് പകരക്കാരനായ അവൻ എന്തുകൊണ്ട് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു, തിരിച്ച് ഞാൻ എന്താ ചെയ്യുന്നത്. ഹല്ലേലൂയ. റിലീജിയൻ എന്ന് പറയുമ്പോൾ ഇനി ജീസസ് ക്രൈസ്റ്റ് എന്ന് വീഡിയോസിൽ വരുമ്പം തന്നെ പല യങ്സ്റ്റേഴ്സും വിചാരിക്കുന്നത് റിലീജിയസ് പ്രാക്ടീസാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ഗിൽറ്റ് കവർ ചെയ്യും, ഞാൻ എൻ്റെ പ്രാക്ടീസുകളിലെല്ലാം പുറകോട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉള്ള ദൈവമല്ല നമ്മുടെ. സുവിശേഷം വായിച്ചാൽ അറിയാൻ പറ്റും, യേശുവിൻ്റെ കൂടെ വന്നത് ഔട്ട്കാസ്റ്റഡ്, അന്നത്തെ കാലത്ത് പാപികളും ചുങ്കക്കാരുമായിരുന്നു യേശുവിൻ്റെ കൂടെ ഇരുന്നതും എഴുന്നേറ്റതും. എന്താ കാരണം? യേശു പറഞ്ഞു, ഞാൻ നീതിമാനെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് വന്നത്. നാം എല്ലാവരും ദൈവകൃപയ്ക്ക് ഷോർട്ടാണ്. നമുക്കെല്ലാവർക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. യേശുവിൻ്റെ അടുത്ത് വരാതെ ദൂരെ നിന്ന് യേശുവിനെ വിധിച്ചവരാരാണ്? സെൽഫ് റൈച്ചസ് പറഞ്ഞ് നിന്നവരെല്ലാം. സ്വയം നീതിമാനാണ് എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ദൈവം അകലത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. എന്നാൽ നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എങ്ങനെ തേനീച്ചേനെ ആകർഷിക്കും അതുപോലെ അവൻ തേൻകട്ടയാണ്, നമ്മളെ അവൻ ആകർഷിക്കും. നമ്മളിലോ ഈ എളിമയുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടൊന്നും എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം ഒഴുകുന്നത് അറിയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് സ്വീറ്റർ ആയി മാറുന്നത്. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ്റെ വചനം തേൻകട്ടേക്കാൾ മാധുര്യമുള്ളത്. അപ്പോൾ യേശുവിനെ കുറിച്ചാണ് ഈ തിരുവചനം മുഴുവൻ സൂചിപ്പിക്കുന്ന വൺ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. കൊലോഷ്യൻസിൻ്റെ ലേഖനത്തിൽ പറയുന്ന ദൈവത്വത്തെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി പിതാവ്
നമ്മളെ നോക്കുന്നത് ക്രിസ്തുവിൽ നീതിമാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ക്രിസ്തുവായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ഒന്നിനെയും ബേസ് ചെയ്തല്ല. ഞാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? നീതിയുടെ ഫലമായിട്ട് പുറപ്പെടും. എനിക്ക് അവനെ വേദനിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ്? അവൻ എനിക്ക് വേണ്ടിയാണ് സഹിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വഴികൾ അന്വേഷിക്കും. അപ്പം പാപി തൻ്റെ പാപം വിട്ടിട്ട് വന്നിട്ടല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ അവൻ പാപത്തെ വിടുക ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന ആരെയും യേശു അകറ്റിയില്ല, തള്ളിക്കളഞ്ഞില്ല, കൂടെ നടത്തി. കൂടെ നടന്നവരെല്ലാം പിന്നെ യേശുവിനെ വിട്ടു പോകാൻ പറ്റാത്തതുപോലെ ലോക്കായിപ്പോയി. സ്നേഹം കൊണ്ട് ലോക്കായിപ്പോയി. അപ്പോൾ അവൻ്റെ സ്നേഹമാണ് നമ്മളെ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ മാധുര്യം എന്നും അനുഭവിക്കാനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടത്. അവൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ എൻ്റെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ എനിക്ക് ആവശ്യമുണ്ടോ എല്ലാ കാര്യത്തിലും അവനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അവൻ ദൂരത്ത് നിന്ന് നോക്കി നമ്മളെ ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിസ്തുവിനെ അനുഗമിക്കാൻ റിലീജിയസ് ബിലീഫ്സും പ്രാക്ടീസസും ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ചായിട്ട് ഇതെടുക്കുക. കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, വചനത്തിനെ പഠിച്ച് അവനെ അറിയുക, അത് ബേസ് ചെയ്ത് അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ നോക്കുക. റിലീജിയസ് പ്രാക്ടീസസ് ഒന്നും വേണ്ടെന്നല്ല, ഡെഫിനറ്റ് അത് വേണം. പക്ഷേ അത് ക്രിസ്തുവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നാണ് വരേണ്ടത്. നമുക്കെല്ലാവർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺഡേ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാക്ടീസുകളിൽ ഒതുക്കി നമ്മൾ വിചാരിക്കും ഇത് മതി അല്ലെങ്കിൽ ഇതാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിലല്ല നമ്മൾ ഒതുങ്ങേണ്ടത്. ക്രിസ്തുവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡീപ്പർ ആവണം. ആസ് യു ഗ്രോ ഡീപ്പർ ഇറ്റ് വിൽ ഗോ ഈവൻ ഡീപ്പർ. അപ്പം ഒരിക്കലും ഇതിൻ്റെ ലെവൽ നിൽക്കുന്നില്ല. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു മെച്യൂർഡ് ക്രിസ്ത്യനായി നമ്മൾ ക്രിസ്തു ആയിട്ട് ഒന്നാവുന്നത് വരെ we are called to grow in our faith by learning the word of God. അപ്പോൾ ദൈവവചനം പഠിച്ച് അവനിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ ബന്ധം അവനുമായിട്ട് ഒന്ന് ചേരുന്നത് വരെ ഇത് തുടരും. ഇതിനൊരു സ്റ്റോപ്പില്ല. അല്ലെങ്കിൽ ഇത്രയും മതി എന്നൊരു ഒരു 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 നിയമമില്ല. അപ്പം റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് നമുക്കൊരു ലഹരിയായി മാറട്ടെ. അത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വീഞ്ഞിനാൽ നിറഞ്ഞ് ഉന്മത്തരാവാതെ പരിശുദ്ധാത്മാവിനാൽ നിറയുക. എന്നിട്ട് നിങ്ങൾ സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും ഹൃദയത്തിൽ കർത്താവിനെ you have to sanctify the Lord in your heart. അപ്പം ഹോളി സ്പിരിറ്റ് ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ക്രൈസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ലഹരിയായിട്ട് മാറും. ഇറ്റ്സ് നോട്ട് എ ബോർ, ഇറ്റ്സ് നോട്ട് എ ബർഡൻ. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ നിയമം സ്നേഹത്തിൻ്റെ ബേസ് ചെയ്താകുമ്പോൾ അതൊരു ബേർഡൻസമല്ല. പൗലോസ് പറയുന്ന ഒരു ലഹരിയാണ്. അപ്പോൾ അവരൊക്കെ അനുഭവിച്ചെങ്കിൽ നമുക്കും അത് ആ കോളിംഗ് ഉണ്ട്. അപ്പോൾ ക്രൈസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളിലേക്ക് ആഴത്തി വളരാൻ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാവരും തന്നെ ഇങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.